മീ സുവൈബ വിത്ത് യു. ആൻഡ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ബേസിക്സ് ആണ്. ഇംഗ്ലീഷിലുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആക്ച്വലി നമ്മളൊരു സെൻറ്റൻസ് മേക്കിംഗ് നന്നായിട്ട് പഠിച്ചാൽ, ഇംഗ്ലീഷിൽ സെൻറ്റൻസ് പ്രിപ്പറേഷൻ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നമ്മൾ പൊതുവെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊനൗണും നൗണും ഒക്കെ നമുക്ക് സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഉണ്ടെന്ന് അറിയാം. നൗൺ ഇപ്പോൾ ഒരാളുടെ പേരിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ രാധിക എന്നൊരു നൗൺ ആണെങ്കിൽ അത് സിംഗുലർ ആണ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ അല്ലേ, ഒന്ന് എന്നുള്ളൊരു മീനിങ് ആണ്. പക്ഷേ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഞാൻ പറയാണ് ഒരു ബോക്സ്. ഓക്കെ, ഒരു ബോക്സ് ആകുമ്പോൾ അതെന്താണ്? ഒരു ബോക്സ് ആകുമ്പോൾ ഒരു സിംഗുലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, പക്ഷേ രണ്ട് ബോക്സ് ആകുമ്പോഴോ അത് പ്ലൂറലായി അല്ലേ? ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഗേൾ എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ ആയിട്ടുള്ളൊരു കാര്യം. ഇനി അതിനെ പ്ലൂറലാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഗേൾസ് എന്ന് പറയും അല്ലേ? നമ്മളെന്താ ചെയ്തത്? GIRL എന്നുള്ളൊരു ഗേൾ എന്നൊരു വേർഡിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? S എന്ന് ആഡ് ചെയ്തു അല്ലേ? ഇനി ബോക്സ്. ഓക്കെ, ഒരു ബോക്സ്, പക്ഷെ രണ്ട് ബോക്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു 4 ബോക്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്താ പറയുക? 4 boxes അല്ലേ? ബോക്സസിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? BOXES ആണ് അല്ലേ? BOX ബോക്സിൻ്റെ സ്പെല്ലിംഗ്, പക്ഷേ BOXES ആണ് ബോക്സസിൻ്റെ സ്പെല്ലിംഗ്. എന്തുകൊണ്ട് നമ്മൾ ഗേളിൻ്റെ കൂടെ എസ്സും ബോക്സസിൻ്റെ കൂടെ ESഉം ചേർത്തത്? കൺഫ്യൂസ്ഡ് ആയി അല്ലേ? ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരു നൗൺ ഒരിക്കൽ ഒരു കാര്യത്തിൻ്റെ കൂടെ നമ്മളിപ്പം ലാസ്റ്റ് ആ സ്പെല്ലിങ്ങിൻ്റെ മീൻസ് ആ വേർഡിൻ്റെ സ്പെല്ലിങ്ങിൽ ലാസ്റ്റ് SH അല്ലെങ്കിൽ CH അല്ലെങ്കിൽ X അല്ലെങ്കിൽ Z അല്ലെങ്കിൽ SS അല്ലെങ്കിൽ ഒരു S മാത്രം, ഇങ്ങനെയുള്ള സ്പെല്ലിങ്ങുകൾ വന്നാൽ നമ്മൾ ആ വേർഡിൻ്റെ അവസാനത്തിൽ അതിനെ പ്ലൂറൽ ആക്കണമെങ്കിൽ ES ചേർക്കണം. ബാക്കിയുള്ള സ്പെല്ലിംഗ് ഒന്നും പ്രശ്നമില്ല, S ചേർത്താൽ മതി. മനസ്സിലായല്ലോ? നമ്മുടെ ചില വേർഡിൻ്റെ കൂടെ നമ്മൾ എസ്സും ചില വേർഡിൻ്റെ കൂടെ ESഉം ചേർക്കാൻ കാരണം അതാണ്. ഓക്കെ, ആ വേർഡിൻ്റെ ലാസ്റ്റ് സ്പെല്ലാണ് നമ്മൾ നോക്കേണ്ടത്. ശരി, ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പ്ലൂറൽ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ സിംഗുലർ ആയിട്ടുള്ള കാര്യത്തിൻ്റെ കൂടെ നമ്മൾ വേർബ് പറയണമല്ലോ. ഇപ്പോൾ നമ്മളൊരു ഗേള് കരയാണെന്ന് വിചാരിച്ചോ, എ ഗേൾ ക്രൈ എന്ന് പറയോ? ഇല്ല, എ ഗേൾ ക്രൈസ് എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. എന്താ കാരണം? എ ഗേൾ എന്നുള്ളത് ഒരു സിംഗുലർ ആണല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒറ്റയാണ്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡസ്സാണ് അല്ലേ, ഡൂ അല്ല. ഡൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലൂറൽ ആയിട്ടുള്ളൊരു ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡൂ എന്ന് പറയാം. ഓക്കെ, കുറേ ആളുകളുണ്ട് നമ്മൾ ഡൂ എന്ന് പറയും. സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഡസ്സാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എ ഗേൾ ക്രൈസ് എന്നാണ് പറയുക. എ ഗേൾ ഡസ് അല്ലേ? ഗേൾ ഡൂ എന്ന് പകരം ഡസ് ഡൂ എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മീനിങ്. ഓക്കെ, അപ്പോൾ ഡൂവിന് പകരം ക്രൈയും ഡസ്സിൻ്റെ പകരം ക്രൈസും നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേർബിൻ്റെ കൂടെ S യൂസ് ചെയ്യാം ഡസ്സിൻ്റെ പകരം. പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ സെൻറ്റൻസ് മേക്കിങ്ങിൻ്റെ സമയത്ത് പഠിച്ചിട്ടുണ്ട്, ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റ് ആയിരിക്കും, പിന്നെ ഒരു ഡൂ ഉണ്ടാവും അല്ലെങ്കിൽ ഡസ് ഉണ്ടാവും അല്ലേ? ആ ഒരു പ്ലൂറലോ അതിൻ്റെ സിംഗുലറോ അനുസരിച്ചിരിക്കും ആ ഡൂ ഡസ്. ഓക്കെ, ദെൻ വേർബ്, പിന്നെ ഒബ്ജക്റ്റാണ്. സോ ഒരു ഗേൾ ക്രൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഗേൾ ക്രൈസ് എന്നാണ് നമ്മൾ പറയാം. പിന്നെ ഒരു ആനിമൽ ആണെങ്കിൽ നമ്മൾ ആനിമൽ വാക്സ് എന്നാണ് പറയാം. ഐ മീൻ ആനിമൽസോ വാക്ക് അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഡിഫറൻസ് മനസ്സിലാക്കേണ്ടത്. എളുപ്പവഴി നമുക്കറിയാലോ, പ്ലൂറൽ ആണെങ്കിൽ അവിടെ S ഇല്ല. ഇതൊക്കെ ഒരു ഷോർട്ട് വേ ആണ് കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. മീൻസ് നമുക്ക് ആർക്കും അറിയാത്തൊരു ഐഡിയ ആണ്, നമ്മൾ അത് മനസ്സിലാച്ചോ. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം പറയുന്ന പോലെ തന്നെ സിംഗുലറിൻ്റെ S നോക്കിയാൽ മതി, ഫസ്റ്റ് സ്പെൽ നോക്കിയാൽ മതി. S ഉള്ളതുകൊണ്ട് നമുക്ക് വേർബിൻ്റെ കൂടെ S ആഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കി സിംഗുലർ എന്താണ്, പ്ലൂറൽ എന്താണെന്ന്. ഇനി പ്രൊനൗണിൽ പ്ലൂറലും സിംഗുലറും മനസ്സിലാക്കണ്ടേ? എന്താണ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? നൗൺ എന്ന് പറഞ്ഞാൽ നെയിമാണ്. നെയിമിന് പകരമായിട്ട് വരുന്നതാണ് അല്ലേ? എ വേർഡ് കംസ് ഇൻ പ്ലേസ് ഓഫ് എ നൗൺ അല്ലേ? നമ്മളത് പഠിച്ചിട്ടുണ്ട്, പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. സോ എന്താണ് പ്ലൂറലും സിംഗുലറും ഉള്ള പ്രൊനൗൺ ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി പ്രൊനൗൺ ശരിക്കും പറഞ്ഞാൽ സബ്ജക്റ്റ് പ്രൊനൗൺ എത്രയുണ്ട്? 7 അല്ലേ? I, we, you, they, he, she, it, അങ്ങനെ 7 എണ്ണം ഉണ്ട് അല്ലേ? അതിൽ ഏതൊക്കെയാണ് സിംഗുലർ ആയിട്ട് വരിക? he, she, it. എന്തുകൊണ്ടത്? അവൾ എന്നതിൻ്റെ മീനിങ് ആണ് എന്ത്? ഷീ അല്ലേ? അവൻ എന്നുള്ളത് നമ്മൾ പറയാ
ഹി. ഇനി ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് അല്ലേ. അപ്പോൾ നമ്മൾ സിംഗുലർ ആയിട്ടുള്ളൊരു കാര്യത്തിനെയാണ് ഹി, ഷീ, ഇറ്റ് എന്ന പദങ്ങൾ കൊണ്ട് യൂസ് ചെയ്യുന്നത്, റൈറ്റ്, സിഗ്നിഫൈ ചെയ്യുന്നത്. ഇനി ഐ, വി, യു, ദേ എന്നത് പ്ലൂറൽ ആണ്. ഓക്കെ, വി എന്നാൽ നമ്മൾ അല്ലെ, ഞങ്ങൾ എന്നൊക്കെയുള്ള നമ്മൾ എന്നൊക്കെയുള്ളൊരു മീനിങ്. ഇനി യു ആണെങ്കിലോ നീന്നും വരും നിങ്ങളും വരും, അതൊരു പ്ലൂറൽ ആണ്. പിന്നെ അതുപോലെ തന്നെ ദേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ്. ഓക്കെ, അവർ എന്ന് പറഞ്ഞാൽ ഒരു കുറേ ആൾക്കാരായി അല്ലേ. പക്ഷേ ഐ എന്നത് ഞാൻ ആണെങ്കിലും അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്ലൂറലായിട്ടാണ് ബേസിക്കലി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഐ, വി, യു, ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറലും അതുപോലെ സിംഗുലർ ആയിട്ടുള്ള കാര്യം ഹി, ഷീ, ഇറ്റ് ആണ്. അപ്പോൾ ഞാനൊരു കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഐ ടേക്ക് അല്ലേ. ഞാൻ ഉറങ്ങുകയാണെങ്കിലോ ഐ സ്ലീപ്പ്. ഞാൻ ഓടുകയാണെങ്കിലോ ഐ റൺ. ഇനി അവൻ ഓടുകയാണെങ്കിലോ ഹി റൺസ് അല്ലേ. അപ്പം നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ടത് പ്ലൂറൽ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ഒന്നും വരില്ല, ആ വേർബ് അങ്ങനെ തന്നെ എഴുതിയാൽ മതി പ്രസൻറ്റിൽ. പക്ഷേ സിംഗുലർ ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അതിൻ്റെ കൂടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വേർബിൻ്റെ കൂടെ ഡസ് ആണ് ചേർക്കുന്നത്. നമ്മൾ ഡു ഒഴിവാക്കുമല്ലോ ഒരു സെൻറ്റൻസിൽ അല്ലേ. ഒരു സബ്ജക്റ്റ്, പിന്നെ ഡു, പിന്നെ വേർബ്, പിന്നെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒരു സിംഗുലർ ആണെങ്കിൽ ആ സബ്ജക്റ്റ്, പിന്നെ ഡസ്, പിന്നെ വേർബ്, പിന്നെ ഒബ്ജക്റ്റ്. അതുകൊണ്ട് ആ ഡസ്സിൽ ഡു അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ എസ് വെറുതെ വരും അല്ലേ. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് എസ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് രസില്ല. ഇംഗ്ലീഷിൽ കേൾക്കാൻ രസില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വേർബിൻ്റെ കൂടെ എസ് ഇപ്പുറത്തേക്ക് ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നത്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബി പ്രാക്ടിക്കൽ, ബി ഓൾവേസ് എന്താണ്, നമ്മൾ എപ്പോഴും പഠിച്ച കാര്യങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്, എപ്പോഴും നല്ലതാണ് അല്ലേ. ഓർത്തെടുക്കാൻ നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവുള്ളൂ. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. അത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിൽ ഉറപ്പിച്ച് വെക്കാൻ പറ്റുള്ളൂ. സോ താങ്ക് യു.